അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിലെ ഔലിയാക്കന്മാരിലെ പ്രമുഖരായ ബഹുമാനപ്പെട്ട ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മരണപ്പെട്ടതിൻ്റെ ശേഷം അവിടുത്തെ ഒരു കൂട്ടുകാരൻ ബഹുമാനപ്പെട്ടവരെ സ്വപ്നത്തിൽ കാണുകയാണ്. അൽഹംദുലില്ലാ, വലിയൊരു റാഹത്തുള്ള സന്തോഷമുള്ള ഒരു ജീവിതം ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹുവിനിക്ക് മരണത്തിൻ്റെ ശേഷം കിട്ടിയതായി ആ കൂട്ടുകാരൻ കാണുകയാണ്. ഇത് കണ്ടപ്പോൾ ഈ കൂട്ടുകാരൻ വളരെ സന്തോഷത്തോടു കൂടെ കേൾക്കുകയാണ്, അല്ല, നിങ്ങൾക്ക് ഇത്ര വലിയൊരു സ്ഥാനം, ഇത്ര വലിയൊരു അനുഗ്രഹം മരണത്തിൻ്റെ ശേഷം കിട്ടാനുള്ള കാരണം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഏത് കാര്യത്തിനെയാണ് കൂടുതൽ സ്വീകരിച്ച് പ്രതിഫലം നൽകിയത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. കാരണം ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ധാരാളം ഇബാദത്ത് ചെയ്ത ആളാണ്, ധാരാളം നന്മകൾ ചെയ്ത ആളാണ്, ധാരാളം സ്വാലിഹായ അമലുകൾ, ദീനീ പ്രബോധനങ്ങൾ, ദീനീ ഇൽമുകൾ, ഇങ്ങനെ എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ പൊരുത്തപ്പെടിയിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം ചെലവഴിച്ച ആളാണ്. അതുകൊണ്ട് ഇദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെട്ട അമല് ഏതാണ്? നിങ്ങൾ ധാരാളം സ്വാലിഹായ അമലുകൾ ചെയ്തല്ലോ, അതാണോ ഇങ്ങനെ ഒരു സ്ഥാനത്തിനിക്കുള്ള കാരണം? ബഹുമാനപ്പെട്ടവർ പറയുന്നു, അല്ല. ഓരോരോ കാര്യങ്ങളും അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ ധാരാളം നോമ്പുകാരനായിരുന്നല്ലോ, ആ നോമ്പിന്റെ പ്രതിഫലമാണോ? അല്ല, നിങ്ങൾ ധാരാളം ഖുർആൻ ഓതിയ ആളായിരുന്നല്ലോ, ആ ഖുർആന്റെ പ്രതിഫലമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഹജ്ജ് ഉംറ അതിനെ സ്വീകരിച്ചതിൻ്റെ പേരിലാണോ? അങ്ങനെ ഓരോന്ന് അമലുകൾ ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു ചെയ്ത ഓരോരോ അമലിനെ കുറിച്ച് അദ്ദേഹം ചോദിക്കുകയാണ്, ഇതാണോ അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ടത്, അള്ളാഹു സ്വീകരിച്ചത്? എല്ലാ അമലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകാം, പക്ഷേ പ്രത്യേകമായി അള്ളാഹു സ്വീകരിക്കാൻ ഒരു കാരണമുണ്ടല്ലോ, അത് ഏത് അമലാണെന്ന് ഇദ്ദേഹം കുറേ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ അതൊന്നുമല്ല എന്ന് പറഞ്ഞ് പിന്നെ ഏതാണെന്ന് ബഹുമാനപ്പെട്ടവരോട് അദ്ദേഹം ചോദിച്ചപ്പോൾ ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഒരു ദിവസം ഞാൻ ബഗ്ദാദിലൂടെ നടന്നു പോകുന്ന സമയത്ത് നല്ല തണുപ്പുള്ള ഒരു സമയമാണ്. അങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു പൂച്ചക്കുട്ടി ഇങ്ങനെ തണുപ്പ് സഹിക്കാൻ വയ്യ രീതിയിൽ അവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാനത് കണ്ടു, എനിക്ക് വല്ലാത്ത ബേജാറായിപ്പോയി. പാവം, എനിക്കാണെങ്കിലോ ഈ തണുപ്പിനെ രക്ഷപ്പെടുത്താൻ എന്നിൽ വസ്ത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും എനിക്ക് ചെയ്ത് തീർക്കാം. പക്ഷേ ഈ പാവം, ഈ പൂച്ചയെ ആരാണ് സംരക്ഷിക്കുക? ഇതിനും പാവ, ഇന്ന് നല്ല തണുപ്പുണ്ടാകുമല്ലോ, എനിക്ക് തന്നെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പൂച്ചക്കുട്ടി എങ്ങനെ ആയിരിക്കാം തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുക? പാവം, അതിനെ കാണുമ്പോൾ തന്നെ ബേജാറാകുന്നുണ്ട്. അതിനിക്ക് വലിയ തണുപ്പ് അനുഭവപ്പെടുന്ന രീതിയിൽ അതിങ്ങനെ പ്രകടിപ്പിക്കുന്നത് കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ബേജാറായിപ്പോയി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള, ഞാൻ തണുപ്പ് രക്ഷപ്പെടുത്താൻ വേണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ചിരുന്ന നല്ലൊരു വസ്ത്രം ഞാൻ അതിനിക്ക് മൂടിക്കൊടുത്തു. അതിന് വല്ലാത്ത റാഹത്തായി എന്ന് അതിനെ കാണുമ്പോൾ എനിക്ക് തോന്നി. കാരണം അത്രമാത്രം അതിൽ പ്രയാസപ്പെട്ടിരുന്നു. അതിനൊരു വസ്ത്രം കിട്ടിയപ്പോൾ അതിന് വലിയ സന്തോഷമായി. ഞാനിങ്ങനെ എനിക്കൊരു ബേജാറായപ്പോൾ ചെയ്തത് മാത്രമാണ്, പക്ഷേ ഇത് ഇത്ര വലിയൊരു അമലായി പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ അല്ലാഹുവിൻ്റെ അടുക്കൽ, ഞാൻ സ്വർഗത്തിലേക്ക് കടക്കാനും അല്ലാഹുവിൻ്റെ തൃപ്തി എനിക്ക് നേടിയെടുക്കാനും ഇതായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഇത്രയെല്ലാ അമലുകളെ കൂട്ടത്തിനും ആ റബ്ബ് എന്നെ ഇഷ്ടപ്പെടുക ഇതായിരിക്കുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല. ഇവിടെ എത്തിയപ്പോഴാണ് റബ്ബ് അതിനെ കാണിച്ചു പറഞ്ഞു, നിനക്കെല്ലാം ഞാൻ മാഫ് നൽകിയിരിക്കുന്നു, നിന്റെ എല്ലാ അമലുകളും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ആ ഒറ്റൊരു കാര്യമുണ്ട് എന്ന് റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു ആ കൂട്ടുകാരനോട് പറയുകയാണ്. നോക്ക്, അതേ പ്രാണികളോട്, നമ്മുടെ കൂടെ ജീവിക്കുന്ന മൃഗങ്ങളോട് നാം കാണിക്കുന്ന സ്നേഹത്തിനിക്കും പ്രതിഫലം അള്ളാഹു നൽകും. അതേ, ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല, ആരെയും നാം വേദനിപ്പിക്കാൻ പാടില്ല. എല്ലാവരുമായി നല്ല സ്നേഹത്തോടുകൂടെ, നല്ല സൗഹൃദത്തോടുകൂടെ ഏതൊരു മൃഗത്തിനോടും
അത് കൃപ കാണിച്ചുകൊണ്ട് കാരുണ്യം കാണിച്ചുകൊണ്ട് നാം ജീവിച്ചാൽ അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടും. അത് ഏതൊരു മൃഗമാണെങ്കിലും ശരി, ചിലപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം റബ്ബ് നമ്മെ ഇഷ്ടപ്പെടുന്നത് എന്ന വലിയൊരു സന്ദേശമാണ് ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അവൻ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.